ഹായ്, ഇതൊരു മൾട്ടിപർപ്പസ് ഹൈജീനിക് ഡീഹൈഡ്രേറ്റർ ആണ് കേട്ടോ. ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ഞാൻ വീട്ടിൽ യൂസ് ചെയ്യുന്നതായതുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ എന്ന് കരുതി ചെയ്യുന്നതേ ഉള്ളൂ. ഇത് ഞാൻ വീട്ടിൽ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിയതൊന്നുമല്ല കേട്ടോ. ഒരു ബിസിനസ് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് വാങ്ങിയതാണ്. പലവിധ കാരണങ്ങളാൽ അത് മുടങ്ങിപ്പോയി. എങ്കിലും എനിക്കിത് വളരെ യൂസ്ഫുൾ ആണ് കേട്ടോ. ഞാൻ സീസൺ അനുസരിച്ച് മുരിങ്ങയിലയും പച്ചക്കറികളുമൊക്കെ ഉണക്കി സൂക്ഷിക്കാറുണ്ട്. അതിൻ്റെ ഡോറ് ഇങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്. അതിനുള്ളിൽ 8 തട്ടാണുള്ളത്. വീട്ടാവശ്യത്തിനൊക്കെ ഉപയോഗിക്കുന്നവർക്ക് 4 തട്ടുള്ള ചെറുത് ഉണ്ടെന്ന് അന്ന് അവർ പറഞ്ഞിരുന്നു. ഡോർ അടയ്ക്കുക, അതിനുശേഷം ക്ലിപ്പിട്ട് ലോക്ക് ചെയ്യുക. പിന്നീട് പവർ സ്വിച്ച് ഓൺ ചെയ്യുക. ഇത് മെഷീനിലെ പവർ ഓൺ ചെയ്യുന്ന സ്വിച്ചാണ്. പവർ ഓൺ ചെയ്യുമ്പോൾ ഒരു ഇൻഡിക്കേറ്റർ മാത്രമേ കത്തുകയുള്ളൂ. സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ മാത്രമേ 2 ഇൻഡിക്കേറ്ററും കത്തുകയുള്ളൂ. ഞാനിത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതായതുകൊണ്ടാണ് 2 ഇൻഡിക്കേറ്ററും കത്തിയത്. അതിനുശേഷം മുകളിൽ ഒരു ബോക്സിലാണ് അതിൻ്റെ സെറ്റിങ്സ് ഒക്കെ ഉള്ളത്. ഒന്ന് ചൂട് കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യുന്നതും മറ്റത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നതുമാണ്. ആദ്യത്തെ സെറ്റിങ്സിൽ നമുക്ക് ആവശ്യമുള്ള ചൂട് കൂട്ടിയും കുറച്ചും വയ്ക്കാം. സെറ്റിങ്സിൽ പ്രസ് ചെയ്യുമ്പോൾ ഇൻഡിക്കേറ്റർ കത്തിയും അണഞ്ഞ് നിൽക്കും. അതിനുശേഷം നെക്സ്റ്റ് കൂട്ടാനുള്ളതാണ്. കൂട്ടാനുള്ളതിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളതനുസരിച്ച് ചൂട് കൂട്ടി വയ്ക്കാം. നെക്സ്റ്റ് കുറയ്ക്കുന്നതാണ്. ആവശ്യമനുസരിച്ച് കുറച്ച് ഉപയോഗിക്കാം. അതിനുശേഷം സെറ്റിൽ പ്രസ് ചെയ്ത് വയ്ക്കുക. എല്ലാം സെറ്റ് ചെയ്ത ശേഷം സെറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ കത്തി തന്നെ നിൽക്കും. കത്തി മണഞ്ഞ് നിൽക്കാതെ കത്തി തന്നെ നിൽക്കും. അതിനുശേഷം ടൈം അഡ്ജസ്റ്റ് ചെയ്ത് അതിലെ സെറ്റിങ്സും കറക്റ്റാക്കിയ ശേഷം മാത്രമേ ഓൺ ആവുകയുള്ളൂ. 2 ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ സൈഡിൽ കാണുന്നതിൽ ഒരെണ്ണം നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ കത്തും. അടുത്തത് സെറ്റിങ്സ് എല്ലാം കറക്റ്റ് ചെയ്ത് മെഷീൻ ഓൺ ആകുമ്പോൾ കത്തും. ടൈം സെറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെയാണ്. സെറ്റിൽ പ്രസ് ചെയ്യുമ്പോൾ ഡിജിറ്റ്സ് കത്തിയും അണഞ്ഞ് നിൽക്കും. അതിനുശേഷം അപ്പ് ആൻഡ് ഡൗണിൽ പ്രസ് ചെയ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. ടൈം സെറ്റിങ്സിൽ 1 എന്ന് കാണിക്കുന്നത് 1 മണിക്കൂറാണ്. 1.5 എന്ന് കാണിക്കുന്നത് 1.5 മണിക്കൂറാണ്. പിന്നെ പച്ചക്കറികൾക്കൊക്കെ വില കുറവുള്ള സമയത്ത് സവാള, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, തക്കാളിപ്പഴം ഇവയൊക്കെ നമുക്ക് വില കുറവുള്ള സമയത്ത് വാങ്ങി ഡ്രൈ ചെയ്ത് സൂക്ഷിച്ചാൽ ആവശ്യമനുസരിച്ച് ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരുന്നാൽ നമ്മുടെ സാധാരണ സവാള ഉപയോഗിക്കുന്നത് പോലെ തന്നെ ഉപയോഗിക്കാൻ കഴിയും. ഡ്രൈ ഫ്രൂട്ട്സ്, ഡ്രൈ വെജിറ്റബിൾസ് ഇവയുടെയൊക്കെ ബിസിനസ് തുടങ്ങാൻ ആരംഭിക്കുന്നവർക്ക് ഇത് പ്രയോജനപ്പെടും. പിന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നവർക്ക് കൊപ്ര വേഗം ഉണക്കിയെടുക്കാൻ ഇത് സഹായകരമാണ്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗത്താണ് ഒരു 7-8 ഹോൾസ് ഉണ്ട്. അതിലൊരു 4 ഹോൾസിന് അടപ്പ് അവർ കൊടുത്തിട്ടുണ്ട്. 4 ഹോൾസിന് അവർ അടപ്പ് കൊടുത്തിട്ടില്ലായിരുന്നു. അത് ഞാൻ ഇടിയപ്പത്തിൻ്റെ അച്ചുകൾ വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. പല്ലിയും പാറ്റയും എലിയും ഒക്കെ ഇറങ്ങാതെ. പുറകുവശത്തായി ഹീറ്റർ ഇരിക്കുന്ന ഭാഗത്തും ഇതുപോലെ ഒരു ഹോളുണ്ട്. അതിനും അടപ്പുണ്ട്. ഉപയോഗിക്കുന്ന സമയത്ത് അടപ്പ് തുറന്നു വയ്ക്കണം. ആ ഹോൾസ് ഓപ്പൺ ചെയ്ത് വെച്ചില്ലെങ്കിൽ നമ്മൾ നനവുള്ള സാധനങ്ങൾ ഡ്രൈ ചെയ്യാൻ വെക്കുമ്പോൾ അതിലെ വെള്ളം നീരാവിയായി തങ്ങി നിന്ന് തണുത്ത് കഴിയുമ്പോഴേക്കും അത് വീണ്ടും വെള്ളമായിട്ട് താഴേക്ക് വീഴും. അങ്ങനെ ഉണ്ടാവാതിരിക്കാനാണ് അതിൽ അങ്ങനെ ഹോൾസ് കൊടുത്തിരിക്കുന്നത്. ഞാനിതിൽ ഫ്രൂട്ട്സൊക്കെ ഡ്രൈ ചെയ്തെടുക്കാറുണ്ട്. തേങ്ങ വറുത്ത് പൊടിച്ച് ചമ്മന്തിപ്പൊടി തയ്യാറാക്കി വിൽക്കുന്നവർക്ക് തേങ്ങ തിരുമ്മിയ ശേഷം ഇതിൽ വെച്ച് ഒരു 1/4 ഭാഗം ഡ്രൈ ചെയ്ത ശേഷം വറുത്തെടുത്താൽ മതി. എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ കഴിയും. ഉണക്കമീൻ ബിസിനസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്രദമാണ് ഈ ഡീഹൈഡ്രേറ്റർ. കഴുകി ഉണക്കിയ മല്ലിപ്പൊടി, മുളക് പൊടി തുടങ്ങിയ പൊടി ഐറ്റംസ് തയ്യാറാക്കാനും പ്രയോജനപ്പെടും.